പറയുന്നത് കേൾക്ക്. കണ്ടല്ലേ, ഇവിടെ ആരും ഉണ്ടായില്ല. ഞാനല്ലേ പറയുന്നത്, നീ വാ. എടാ ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. എടാ ടോണി വിളിക്കുന്നുണ്ട്, നീ ഇതൊക്കെ വെച്ചു, ഞാൻ വിളിക്കാം. ഇത് പറഞ്ഞിട്ട് പൊക്കിട്ട് പറഞ്ഞിട്ട് പൊക്കോ, നേരിട്ട് സംസാരിക്കാം. ഞാൻ വരാം. സൺഡേ നീ അങ്ങനെ കാണാൻ വരുന്നല്ലോ, ഇതിപ്പോ എന്തു പറ്റി? ഈ സിഗരറ്റും തീർന്നോട്ടെ, അടുത്ത റൗണ്ട് പോവാം. അടുത്ത റൗണ്ടോ? ഇന്ന് ഇത്ര മതി, എനിക്ക് പോണം. എനിക്ക് നിന്റെ അടുത്തല്ലേടി ചോദിക്കാൻ പറ്റൂ. ആദ്യമായിട്ട് കിസ് ചോദിച്ചപ്പോഴും നീ ഇതന്നെ പറഞ്ഞ. അയ്യോ, സമയം എന്തായി? 9 മണി ആവാറായി. ഞാൻ ഇറങ്ങുവോ? നീ എവിടെ പോവാ? തൃശ്ശിയുടെ എവിടെ? പ്രൊജക്ടിൻ്റെ കേസ് എന്നോട് പറഞ്ഞില്ലായിരുന്നോ? നീ മറന്നോ? അപ്പോൾ അടുത്ത റൗണ്ടോ? അടുത്ത റൗണ്ടോ? എനിക്ക് പോണം, അതുകൊണ്ടല്ലേ. നീ സാറ്റിസ്ഫൈഡ് അല്ലേ? എന്താ അങ്ങനൊരു ചോദ്യം? പറ, നീ സാറ്റിസ്ഫൈഡ് അല്ലേ? ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? വെറുതെ വെച്ചേ. നീ ഇപ്പോൾ പോണ്ട. പ്രൊജക്റ്റ് നാളെ ആയിരുന്നാലും ചെയ്യാമല്ലോ. ദൃശ്യ വിളിച്ച് പറഞ്ഞേക്ക്. എടാ, നാളെ ലാസ്റ്റ് ഡേറ്റ്, അതുകൊണ്ടല്ലേ. എന്നാൽ ദൃശ്യോട് ഇങ്ങോട്ട് വരാൻ പറ. പ്രൊജക്റ്റ് ഇവിടെ ഇരുന്നായിരുന്നാലും ചെയ്യാമല്ലോ. അതുവരെ നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ് പറഞ്ഞിരിക്കാം. ആ ബെസ്റ്റ്. അവൾക്ക് വണ്ടി പോലും ഓടിക്കാൻ അറിയില്ല. അതും മാത്രമല്ല, ഇതെൻ്റെ പ്രൊജക്റ്റല്ലേ. അവൾ എങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ? ഇതാ പറഞ്ഞ എനിക്ക് പോണം. ഒന്ന് തിരിച്ചു വിളിക്കട്ടോ.
ശരി. എവിടെ വിടണ്ടേ? നിന്നെ എവിടെ വിടണ്ടേന്ന്? ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതി. ശരി, റെഡിയാവും. ആടാ, എവിടെയാ? അവളിപ്പോൾ ഇങ്ങോട്ട് വരും. നിങ്ങളങ്ങോട്ട് മാറിയെന്നോ? ആ, വരുമോ? ശരി. എവിടായിരുന്നു? ആ, വിട്ടോ. മച്ചാനെ, ഈ ഏരിയ കണ്ടിട്ട് കുറച്ച് സീനാന്ന് തോന്നുന്നല്ലോ. എന്ത് സീനാടാ? നമ്മളതിനേക്കാൾ വലിയ സീനല്ലേ. മച്ചാനെ, അവള് വരുമോ? അവള് വരും. അതെന്തോന്ന് നിനക്ക് ഇത്ര ഉറപ്പ്? അവളെ ബസ് സീറ്റ് വിട്ട ഞാനായുണ്ട്. 10 മണിയായി. മച്ചാൻ്റെ പ്ലാൻ എന്തുവാ? ഇവിടെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എനിക്ക് അവളിവിടെ വരുന്നത് എൻ്റെ കൺമുമ്പിലൊന്ന് കാണണം, അത്രേ ഉള്ളൂ. എന്നിട്ടൊന്നുമില്ല. കണ്ടൊന്ന് വിശ്വസിക്കണം, അത്ര. അവള് വന്നു? അതല്ല, ഇവിടല്ലേ നമ്മുടെ മറ്റേ രാജേഷിൻ്റെ വീട്? രാജേഷ്? എടാ, കീടത്തിൻ്റെ കൂടെ നമ്മളവിടെ കവട്ട അടിക്കാൻ പറ്റത്തില്ലായിരുന്നു? എടാ, രാജേഷ്, കവട്ട രാജേഷ്. ഓ, ആ കവട്ട രാജേഷ്. ആ, ഇടയ്ക്ക് വർക്ക്ഷോപ്പിൽ വന്ന് ജോലിക്കുന്നേ. എടാ, മറ്റേ മിറ്റ്സുബിഷിയുടെ എഞ്ചിൻ അടിച്ചോളൂ, അവൻ്റെ കാര്യം. അവൻ തന്നെ. ഓ, അവനോ? നമുക്ക് അവനെ വിളിച്ചാലോ? എന്തിന്? പുറത്ത് ഭയങ്കര ചൂടൊക്കെ അല്ലേ? നമുക്ക് അവൻ്റെ വീട്ടിൽ കയറി ഒരു വെള്ളമൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ടോട്ടിരിക്കുക. നീ ഒന്ന് മച്ചാനെ, ഒന്നാമതേ അവൻ ഈ കാര്യത്തിൽ സീനായിട്ടിരിക്കുക. നമ്മളല്ലേ ഇവൻ്റെ ഫ്രണ്ട്സ്, നമ്മളല്ലേ ഇവൻ്റെ കൂടെ കട്ടക്ക് വയ്ക്കണ്ടേ? അപ്പോൾ കട്ടക്ക് നിൽക്കാം കേട്ടോ. ആ, കട്ടക്ക് വയ്ക്കുമല്ലേ? വേണേ 2 വട്ടം കൂടെ കൂട്ടാം. കട്ടയും വേണ്ട, ഒരു പഴവും വേണ്ട. നീ അവിടെ കാണാൻ പോയി നിൽക്കി. സമയം എന്ത്? 10 മണി കഴിഞ്ഞ്. നീ ഒന്ന് അവളെ വിളിച്ചു നോക്കി. ഹലോ, നീ എവിടെ? ആണോ? ഒന്നുമില്ല, വെറുതെ വിളിച്ച്. ശരി. മച്ചാനെ, അവളിവിടെ ഇല്ല മച്ചാനെ. ഇല്ലേ? കൂട്ടുകാരോടെ കണ്ട് പുറത്താണ്. അവള് വരത്തില്ലെന്ന്? അതെന്തുവാ? നീയല്ലേ പറഞ്ഞ അവള് വരുമെന്ന്? അവള് കൂട്ടുകാരോടെ അങ്ങോട്ട് പുറത്ത് പോയിക്കോ. നമുക്ക് പോകാം മച്ചാനെ. ചേട്ടാ, അവളല്ലേ? ഗീതു.
മച്ചാൻ അവളല്ലേ മച്ചനെ പോയത്? അവളല്ലേ പോയത്? മച്ചാനെ അവസാന നിമിഷം വരെ അവൾ വരത്തില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. മച്ചാനെ നിങ്ങളാരോടും പറയുന്നതിൻ്റെ അല്ല മച്ചാനെ. പിന്നെന്താ? സീറ്റുണ്ടോടോ? അവൻ്റെ മച്ചാനെ ലൈറ്റർ മിസ്സിങ്, സോറി. മച്ചാനെ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നിങ്ങളെ കൂടെ കൂട്ടിയിട്ട് അന്തോടമായിട്ട് നീ അങ്ങനെ ഒരു വർത്താനം ഞങ്ങൾ എന്തോ ആരണ്ടോ പറയാൻ പോന്നു. അതെ, അതല്ല മച്ചാനെ, ഇതിപ്പോൾ ഒരുമാതിരി ഉത്സവപ്പറമ്പിൽ മുണ്ടഴിഞ്ഞ പോയ സീനായില്ലോ. പോ മച്ചാനെ, പോ. വണ്ടി നിർക്കാവോ? ആ I think someone is inside. ഇതവളാ. ചിലയിടത്തെ പെരുമാറ്റം കണ്ട കുട്ടികളെക്കാളും കഷ്ടം. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. നീ പറഞ്ഞിട്ട് തോന്നും നിനക്ക് മാത്രമേ പ്രശ്നങ്ങളും വിഷമമുള്ളൂ. ഇവിടെ ആശയ്ക്ക് ഡൗട്ടാ. ചില നേരത്തെ അവളുടെ പെരുമാറ്റം കാണുമ്പോൾ ഹർഷയ്ക്ക് ഇവിടെ ഡൗട്ട് മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ കൺഫേം ആണ് അഭിനയ. അവൻ എൻ്റെ ലൈഫിൽ അറിയാത്തൊരൊറ്റ കാര്യമുള്ളൂ, അത് നീയാണ്. ഇത് ശരിയാവില്ല ഇവനെ. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ഇത് വേണ്ട. എനിക്ക് വയ്യന്നെ റിസ്ക് എടുക്കാൻ. എനിക്ക് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചാലും പറ്റും തോന്നുന്നുണ്ടോ? നിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ കാണുന്നവർക്ക് ഇതൊക്കെ കഴപ്പായിട്ട് തോന്നും. എനിക്കറിയില്ല അവരിതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. എടാ എനിക്ക് മനസ്സിലാകും, പക്ഷെ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് വയ്യ അവനെ നഷ്ടപ്പെടുത്താൻ. അപ്പൊ ഞാനോ? ഞാനെന്ത് ചെയ്യും?
ഓക്കെ അല്ലേ? എന്ത് പറ്റി? എന്താ പറ്റിയേ? നീ ഓക്കെ അല്ലേ? ആശ എന്താ പറ്റിയേ? നീ ഓക്കെ അല്ലേന്ന്? ആ ആർഷ നീ പറയും എന്താ ചെയ്യണ്ടേ? ആ ഞാൻ വിളിച്ച റെസിഡൻസിയുള്ള എല്ലാവരും വരും. എല്ലാം നീ പറയുന്ന പോലെ ചെയ്യാം. പക്ഷെ നീ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തിനാ? ഞാൻ പോവാ. ആർഷ ഇനി ഞാൻ ഈ ഒക്യുപ്പൻസൊക്കെ എന്താ ചെയ്യണ്ടേ? തിരിച്ച് കോളേജിൽ കൊണ്ട് കൊടുത്തേക്ക്. ഇത് കേൾക്കാൻ നിൽക്കണ്ട സീന. സീന കൊടുത്തേക്ക്. മച്ചാൻ അവൻ ആരാണെന്നൊന്നും എനിക്കറിയണ്ട. എന്നാലും എന്തിനായിരിക്കും മച്ചാനെ അവള് ഇത്ര നാളായിട്ട് അവളെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. മച്ചാനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതെ, നിന്റെ വിഷമം നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇതറിഞ്ഞത് എന്തുകൊണ്ടും നന്നായി. ഇപ്പോഴാണ് നിന്റെ കാമുകി വല്ലൻ്റെ കൂടെ പോയെന്നേ പറയത്തുള്ളൂ. എന്നെപ്പോലെ കല്യാണം കഴിഞ്ഞാണെങ്കിലോ അവൻ്റെ ഭാര്യ കണ്ടവരോടെ പോയെന്ന് പറയും. ഇനി 2 പിള്ളേരും കൂടെ ഉണ്ടെങ്കിലോ. മച്ചാനെ ഒന്നാലോചിച്ചത് ശരിയാ. മച്ചാനെ എനിക്ക് തോന്നുന്നില്ല അവൾ ഇത്ര റിസ്ക് എടുത്ത് പോകുന്നത് മറ്റേ പരിപാടിക്ക് വേണ്ടി മാത്രമാണ്. മച്ചാനെ എനിക്ക് അവളെ കാണണം. മച്ചാനെ ഒരു പെണ്ണിന് വേണ്ടി നീ ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് നമുക്കറിയാം. എന്നാലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു. നോക്കിപ്പോടാ. ഹലോ, എവിടെ? അവിടേക്ക് ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, എന്നെ ഒന്ന് ശരി.
എനിക്ക് നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ അല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്ത് കാര്യം? മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് ഞാൻ പറയുന്നതും മനസ്സിലാവില്ല, എന്നെ മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. നീ എന്തോ പറയുന്നേ? പറയുന്നതെന്താ വെച്ചാൽ തെളിച്ചു പറ. ഏതോ എനിക്ക് ഇതിൻ്റെ ഒരു കാര്യം അറിയാം, പക്ഷെ അതെന്താണെന്ന് നിന്നോട് ഞാൻ പറയില്ല. എവിടെയാണ് ഡ്രോപ്പ് ചെയ്യണോ? ഞാൻ പൊക്കോളാം. ശരി. ഹലോ, ഹലോ, അഭിരാമി അല്ലേ? അതെ, ആരാ? അഭിരാമി, ഞാൻ എബിനാണ്, അർഷയുടെ. ആ, ഓക്കെ ഓക്കെ, പറയട്ടെ. ആ, അഭിരാമി ഇപ്പോൾ ഹോസ്റ്റലിലുണ്ടോ? ഉണ്ടല്ലോ, എന്ത് പറ്റി? അല്ല, അർഷ അവിടെ ഉണ്ടോയെന്ന് അറിയാനായിരുന്നു. അർഷ ഇല്ലല്ലോ, അവൾ ഇന്നലെ പോയതാ. ആ, എവിടേക്കാന്ന് അറിയില്ല, ഒന്നും പറഞ്ഞൊന്നും. അല്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആണോ? എനിക്ക് അറിയില്ല ഏട്ടാ. വീട്ടിലെങ്ങാനും പോകുന്നു പറഞ്ഞിരുന്നോ? ഇല്ല, അവൾ ഇന്നലെ ഹോസ്റ്റലിൽ വന്നിട്ടില്ല. എവിടെ പോയെന്നറിയില്ല, പറഞ്ഞില്ല. ശരി, താങ്ക് യു.